സാലി മുഹമ്മദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സാലി, നമ്മൾ മധ്യകേരളം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ 70% മുകളിൽ വോട്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരേ ഒരു മണ്ഡലമാണ് കാണുന്നത് മധ്യകേരളത്തിൽ. ആലപ്പുഴ ജില്ലയിലാണ്, ആലപ്പുഴ മണ്ഡലത്തിലാണ്. ആലപ്പുഴ 70.90% വോട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് കോട്ടയത്തെ സ്ഥിതിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമാണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന് കാണേണ്ടി വരും. കോട്ടയം, ഇടുക്കിയൊക്കെ 64% വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ തവണ 78-80% വോട്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരു മേഖലയാണ് ഇതെല്ലാം. സാലി രാവിലെ മുതൽ പറയുന്ന കാര്യം വളരെ കൃത്യമായി വരികയാണ്. 7 മുതൽ 10% വരെ ഈ പോളിംഗ് പെർസെൻറ്റേജിൽ ഒരു കുറവുണ്ടാകുമെന്ന് കാണുന്നു. നിലവിലുള്ള കണക്കുകളും അതുതന്നെയാണ് നമ്മുടെ മുന്നിൽ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മധ്യമേഖലയുടെ മൊത്തത്തിലുള്ളൊരു സ്ഥിതി എന്താണ്? നീലിമ, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന കണക്ക് അന്തിമ കണക്കാവില്ല. അതിൽ 4-5% വർധനവ് അവസാനം ടാബുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. അത് മാത്രമല്ല, ഇത് പോളിംഗ് സ്റ്റേഷനുകളിൽ ചെയ്ത വോട്ടാണ്. ഒരല്പം വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകളായും അല്ലാതെയും ചെയ്തു പോയിട്ടുണ്ട് നേരത്തെ. അതെല്ലാം ചേർക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിലൊരു നേരിയ വർധനവ് ഇനി ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ എങ്കിലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് മധ്യകേരളത്തിലെന്നല്ല, കേരളത്തിൽ ഒരിടത്തും വരാനിടയില്ല എന്ന് തന്നെയാണ് സൂചന. അപ്പോൾ മധ്യകേരളത്തിൽ നീലിമ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയാണ് 70 മുകളിലേക്ക് ഇപ്പോൾ കടന്നു എന്ന് പറയുന്ന ഏക മണ്ഡലം. അതിനർത്ഥം ആലപ്പുഴയുടെ ഒരു പൊതു സാഹചര്യം നമുക്കറിയാം. ആലപ്പുഴയിൽ കനത്ത മത്സരം നടന്ന ഒരു മണ്ഡലം തന്നെയാണ്. അതടക്കം ഒട്ടേറെ കാരണങ്ങൾ അതിനുണ്ട് താനും. പൊതുവിൽ ഒരു കാര്യം നമുക്ക് ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവിൽ നിന്ന് വ്യക്തമാകാൻ വന്നത്, ഒരു വിഭാഗം, അത് ഏത് ജനവിഭാഗം എന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല, ഏതോ ഒരു ജനവിഭാഗം ഒരു വൈമുഖ്യം ഇക്കുറി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നതിന് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് നമുക്ക് ബൂത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ, സാമുദായിക അടിസ്ഥാനത്തിൽ ഒക്കെ വിലയിരുത്തേണ്ടി വരും. അതൊക്കെ വരും മണിക്കൂറുകളിൽ നമ്മളും രാഷ്ട്രീയ നേതാക്കളും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും ഒക്കെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് വരും ദിവസങ്ങളിൽ അതൊരു നിഗമനത്തിലേക്ക് എത്താനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ അതൊക്കെ ഏത് ജനവിഭാഗത്തിൻ്റെ വോട്ടുകളാണ് ചെയ്യാതെ പോയത് എന്നുള്ളത് വളരെ നിർണായകമാണ്. ഇടത് ക്യാമ്പ് പറയുന്നത് തങ്ങളുടേതായ എല്ലാ വോട്ടുകളും ഈ എറണാകുളം അടക്കമുള്ള മധ്യകേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിലുടനീളം ചെയ്തു പോയിട്ടുണ്ട് എന്ന് ഉറപ്പ് ഇടത് കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. മറ്റൊരു വശം, UDF ശക്തി കേന്ദ്രങ്ങളിൽ ആ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കുറവ് വളരെ പ്രകടമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് എറണാകുളം നിയമസഭാ മണ്ഡല പരിധിക്കകത്ത് മുതൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൃക്കാക്കര നിയമസഭാ മണ്ഡല പരിധിക്കകത്ത് വരെ പരിശോധിച്ചാൽ UDFൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങൾ, UDF നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വോട്ടിന് ജയിക്കുന്ന ചില നിയമസഭാ സീറ്റുകളിൽ പോളിംഗ് ശതമാനം ഉച്ച കഴിയുന്നത് വരെ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ നിൽക്കുന്ന വെണ്ണല സ്കൂൾ തന്നെ ഒരു പൊതുവിലൊരു UDF ശക്തി കേന്ദ്രമാണ്. ഇവിടെ 4 ബൂത്തുകളുണ്ട്. ഈ 4 ബൂത്തുകളിലും വൈകുന്നേരങ്ങളിൽ മാത്രമാണ്, ഇന്ന് വൈകിട്ട് മാത്രമാണ് ആളുകൾ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു നിഗമനത്തിലേക്കൊന്നും എത്താൻ കഴിയില്ല. പക്ഷേ LDF അവകാശപ്പെടുന്നത് പോലെ അവരുടെ വോട്ടുകൾ പൂർണ്ണമായി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ UDFൻ്റെ മേഖലകളിൽ കണ്ട ഈ മാന്ദ്യവും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അതിൽ ചില സൂചനകളുണ്ട് എന്നേ നമുക്ക് പറയാൻ കഴിയൂ. അത് പക്ഷേ വരും മണിക്കൂറുകളിൽ ആ ബൂത്ത് തിരിച്ച്, മണ്ഡലം തിരിച്ച്, ഗ്രാമപഞ്ചായത്ത്, ലോക്കൽ ബോഡീസ് തിരിച്ച് ഒക്കെ പോളിംഗ് ശതമാനം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് പോളിങ്ങിനോട് ഒരു വൈമുഖ്യം ചില കേന്ദ്രങ്ങളിൽ ചില ആളുകൾ, അത് ചില ജനവിഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ആരാണ് എന്നുള്ളത് ഒക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ഏതായാലും ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തണ്ട. പക്ഷേ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നല്ലവണ്ണം കുറഞ്ഞ ചില മണ്ഡലങ്ങൾ ഉണ്ട് താനും.